ഗൈസ്, നിങ്ങളുടെ ഫേവറേറ്റ് സബ്ജക്റ്റ് ഏതെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ഫേവറേറ്റ് സബ്ജക്റ്റ് ഏതെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ഫേവറേറ്റ് സബ്ജക്റ്റ് വെച്ച് നിങ്ങളുടെ മൈൻഡ് റീഡ് ചെയ്താലോ, നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങൾ എങ്ങനെയുള്ള ഒരാളാണെന്ന് നമുക്ക് നോക്കിയാലോ. നിങ്ങളുടെ ഫേവറേറ്റ് സബ്ജക്റ്റ് വെച്ച് നിങ്ങൾ എങ്ങനെയുള്ള ഒരാളാണെന്ന് നമ്മൾ നോക്കാൻ പോകണം. ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് അമീർ ഷോസ്. അപ്പോൾ ആരംഭിക്കാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഞാൻ ഇവിടെ കുറേ സബ്ജക്ട്സ് കൊടുത്തേക്കുന്നുണ്ടോ. നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റ്, നിങ്ങൾ പഠിക്കാത്ത സബ്ജക്റ്റ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ്, നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത സബ്ജക്ട്സ്, ഞാൻ ഇവിടെ കുറേ സബ്ജക്ട്സ് കൊടുത്തിട്ടുണ്ട്. ആ സബ്ജക്ട്സിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഒന്ന് മനസ്സിൽ വിചാരിച്ചേ. ഇഷ്ടമുള്ള സബ്ജക്ട്സ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. ഓക്കെ, വിചാരിച്ചോ? ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട്സ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ട് നിങ്ങൾ ഡബിൾ ടാപ്പ് ചെയ്തല്ല, ലൈക്ക് ചെയ്ത് ലോക്ക് ചെയ്യുക. നിങ്ങളുടെ സബ്ജക്ട്സ് ഏതാണോ, ഇപ്പോൾ എൻ്റെ സബ്ജക്ട്സ് ഇംഗ്ലീഷാണെന്ന് വിചാരിച്ചോ, നിങ്ങളുടെ സബ്ജക്ട്സ് എങ്ങനെയുള്ള ഒരു പേഴ്സണാലിറ്റി ആണെന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. നിങ്ങളുടെ സബ്ജക്റ്റ് നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സബ്ജക്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക, നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾ പെട്ടെന്ന് വരിക, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ഓരോ സബ്ജക്ട്സ് വെച്ച് നിങ്ങളുടെ പേഴ്സണൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നു. കുറേ സബ്ജക്ട്സ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സബ്ജക്ട്സിൽ ലോക്ക് ചെയ്യുക. എല്ലാവരും വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഒരു മാത്സ്, ഓക്കെ, നിങ്ങളൊരു മാത്സിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് വിചാരിച്ചോ. നിങ്ങൾ മാത്സിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര പ്രോബ്ലം സോൾവിങ് ആയിട്ടുള്ള ഒരാളായിരിക്കും. കാരണം ഇപ്പോൾ നമ്മുടെ കൂട്ടുകാരന്മാരുടെ, കൂട്ടുകാരത്തികളുടെ, ഫ്രണ്ട്സിൻ്റെ, വീട്ടുകാരുടെ എന്ത് കാര്യത്തിനും നമ്മൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുക്കും. അവരെ കൊണ്ട് പരിഹാരം കാണാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പരിഹാരം കാണാൻ ശ്രമിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഐഡിയാസിൽ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പരിഹാരം കാണുമെന്ന് നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കും. നമ്മൾ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കും പ്രോബ്ലം. അപ്പോൾ നമ്മളൊരു നല്ല മനുഷ്യരായിരിക്കും, നല്ല ആളായിരിക്കും. അതുപോലെ തന്നെ എന്ത് കാര്യത്തിനും അവർക്കൊരു റീസൺ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തോ, ഇപ്പോൾ മാത്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ വേറെ ആ ഒരു പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാർ എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തിനും ഒരു റീസൺ ഉണ്ടാവും. അവർ പെട്ടെന്ന് ചിലപ്പോൾ കള്ളങ്ങളൊക്കെ ഓർത്ത് പറയാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഫാക്റ്റോ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അവർ ഭയങ്കര കാമായിരിക്കും. നിങ്ങളെന്ന് പറയുമ്പോൾ മാത്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഭയങ്കര കാമായിരിക്കും. കാമെന്ന് ഉദ്ദേശിക്കുന്നത് ഭയങ്കര എപ്പോഴും അടങ്ങി ഇരിക്കുന്ന ആൾക്കാരായിരിക്കും. അധികം സംസാരിക്കത്തൊന്നുമില്ല, എന്നാലും അവർക്ക് ഭയങ്കര പ്രോബ്ലം സോൾവിങ് ആയുള്ള പവറും കാര്യങ്ങളുണ്ടാവും. പിന്നെ അവർ ഓവർ തിങ്ക് ചെയ്യും. ഓക്കെ, എപ്പോഴും ചില കാര്യങ്ങൾ അവർ ഓവർ തിങ്ക് ചെയ്തിട്ടിരിക്കും. ഓവർ തിങ്കിങ് എന്ന് പറയുമ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ കുറേ ആലോചിച്ചിട്ടിരിക്കും. അപ്പോൾ ഈ മാത്സിൻ്റെ തന്നെ ഒരു അതാണല്ലോ, നമ്മൾ പ്രോബ്ലം ഇച്ചിരി ക്ഷമ വേണം. ഈ മാത്സ് പ്രോബ്ലം ചെയ്യുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ മാത്സിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും അത്യാവശ്യം ക്ഷമ വേണം. എനിക്ക് ആ ക്ഷമയില്ല. എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഓവർ തിങ്കിങ് ആയിരിക്കും, അതുപോലെ ലെസ് ഇമോഷണൽ ആയിരിക്കും. അധികം ഇമോഷണൽ ആകത്തില്ല നിങ്ങൾ. ഓക്കെ, ഇമോഷണൽ ആകത്തില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് സങ്കടപ്പെടാൻ ചാൻസ് ഇല്ല. ഓക്കെ, എന്ത് കാര്യം വന്നാലും പിടിച്ചു നിൽക്കാനും, അതുപോലെ തന്നെ ഏത് കാര്യം വന്നാലും നമ്മൾ ഇങ്ങനെ പിടിച്ചു നിൽക്കാനും അവർക്ക് പ്രത്യേക ഒരു പവറായിരിക്കും. ആ ഒരു പവർ അവർക്കുണ്ടാവും. ഓക്കെ, അപ്പോൾ അതാണ് മാത്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. അടുത്ത നമ്മൾ പോവുകയാണ്. അടുത്തതെന്ന് പറയുമ്പോൾ സോഷ്യൽ. ഓക്കെ, സോഷ്യൽ നിങ്ങൾക്ക് അറിയാമല്ലോ, സോഷ്യൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. ആ സബ്ജക്റ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും. മറ്റുള്ള ആൾക്കാരെ മനസ്സിലാക്കും, മറ്റുള്ള ആൾക്കാരുടെ മനസ്സും എല്ലാ കാര്യങ്ങളും അവർ മനസ്സിലാക്കിയിരിക്കും, ഉറപ്പായിട്ടും മനസ്സിലാക്കിയിരിക്കും. എങ്ങനെ അവർക്ക് സങ്കടം വന്ന് നമ്മളത് ഇടപെടാൻ ശ്രമിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. ഫ്രണ്ട്സിനെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അവർക്ക് ഫ്രണ്ട്സിനെ, സോഷ്യൽ സ്റ്റഡീസ് ഇഷ്ടമുള്ള ആൾക്കാർ ഫ്രണ്ട്സിനെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അതുപോലെ അവർക്ക് ഭയങ്കര ലീഡർഷിപ്പ് ആയിരിക്കും. ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ലീഡറാകണം, ഇപ്പോൾ നമ്മുടെ സ്കൂൾ ലീഡർ കാണും. അതുപോലെ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഫ്യൂച്ചറിൽ എന്തെങ്കിലും നമുക്ക് എയിമും കാര്യങ്ങളെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ലീഡർ ആകണമെന്നുള്ള ഭയങ്കര ചിന്തയും കാര്യങ്ങളും അവർക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ അവർക്ക് ഭയങ്കര മെച്യൂരിറ്റി ആയിരിക്കും. മെച്യൂരിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് മെച്യൂരിറ്റിയുടെ അർത്ഥം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല, എന്നാലും കുറച്ച് പേർക്ക് അറിയാൻ പറ്റും. മെച്യൂരിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രായത്തിനേക്കാളും മേളിലല്ല മെച്യൂരിറ്റി നമുക്ക് എന്തായാലും ആ പ്രായമുള്ള ആൾക്കാർക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അടുത്തതിലായിട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോക്ക് എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ജസ്റ്റ് ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക, ജസ്റ്റ് ഒന്ന് ഹൈപ്പ് ചെയ്തേക്കുക. നമ്മുടെ വീഡിയോ റൈറ്റ് സൈഡിൽ ഒരു ഹൈപ്പ് കാണുന്നുണ്ടോ, ആ ഹൈപ്പ് എല്ലാവരും ചെയ്തേക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇത് തരുന്നതാണ്, നമുക്ക് കറക്റ്റാണോ എന്ന് അറിയത്തില്ല. ജസ്റ്റ് ഇതൊരു ഫണ്ണിന് വേണ്ടി, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും കാണുക. ഞാൻ പറഞ്ഞ് ഇത് കറക്റ്റാണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ജസ്റ്റ് ഫണ്ണിന് വേണ്ടി ചെയ്യുന്നതാണ്, അത് മനസ്സിലാക്കുക. ഓക്കെ, അടുത്തെന്ന് പറയുമ്പോൾ സ്പോർട്സ്. ഓക്കെ, സ്പോർട്സ് എന്ന് പറയുമ്പോൾ ഒരു സബ്ജക്റ്റ് അല്ല എങ്കിലും സ്പോർട്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ. പല ആൾക്കാരും ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും സ്കൂളിൽ PT പീരീഡിന് പകരം PT സാർ വന്നില്ലെങ്കിൽ ടീച്ചർ വന്നിട്ട് പറയും, ഇന്ന് മാത്സ് പഠിപ്പിക്കാം, ഇന്ന് കണക്കിടാം, ഞാൻ ഒരു കണക്കിട്ട് തരാം, നിങ്ങൾ ചെയ്തിട്ട് ഹോംവർക്ക് ചെയ്തിട്ട് വരില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഈ പീരീഡിൽ നിന്ന് ചെയ്യുക. ഭയങ്കര കഷ്ടമാണ് ചെയ്യുന്നത്, ഭയങ്കര കഷ്ടമാണ്. PT പീരീഡ് മാത്രം കളിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം അത് ടീച്ചർമാർ കാണിക്കുന്ന ഒരുമാതിരി പരിപാടിയാണ്. ശരിക്കും പറഞ്ഞാൽ സത്യം പറയാലോ, ഒരുമാതിരി പരിപാടിയാണ് കാണിക്കുന്നത്. നമ്മൾ PT പീരീഡ് ആഗ്രഹിച്ചിരിക്കുന്ന ഒരാഴ്ചയിൽ ഒരു ദിവസം ഒരു പീരീഡ് PT പീരീഡ് ഉള്ളത്, ആഗ്രഹിച്ചിരുന്ന് ലാസ്റ്റ് കിട്ടുമ്പോൾ അത് ശരിയാവത്തില്ല. ഭയങ്കര മോശമാണ്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് വരിക. അപ്പോൾ PT പീരീഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. PT പീരീഡ് ഇഷ്ടമുള്ള ആൾക്കാർ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. ആക്റ്റീവ് എന്ന് പറയുമ്പോൾ
എല്ലാവരും പി ടി പീരീഡ് ഇഷ്ടമുള്ള ആൾക്കാരാണ്. ഞാൻ സ്പോർട്സിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. സ്പോർട്സ് കോമ്പറ്റീഷൻ അവർക്ക് ഭയങ്കര കോമ്പറ്റീഷൻ ഇഷ്ടമായിരിക്കും. കാരണം അവർക്ക് എല്ലാ കാര്യത്തിലും ഫസ്റ്റ് എത്തണം എന്ന് പറയുന്ന ഭയങ്കര ചിന്തകളും കാര്യങ്ങളും അവർക്കുണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ അവർക്ക് പേഷ്യൻസ് ഉണ്ടാകത്തില്ല, ക്ഷമ എന്ന് പറയുന്ന സാധനം ഉണ്ടാകത്തില്ല. അവർക്ക് എന്തെങ്കിലും കാര്യം അവർക്ക് നേടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ അപ്പം തന്നെ അത് സാധിക്കാൻ നോക്കും. അപ്പം തന്നെ അവർക്ക് വേണം, അപ്പം തന്നെ അവരത് നേടാൻ നോക്കും. അതുപോലെ തന്നെ അടുത്തെന്ന് പറയുമ്പോൾ അവർക്ക് ക്ലാസ്സിലിരിക്കാൻ ഇഷ്ടം ഉണ്ടാകത്തില്ല. ഈ പി ടി പീരീഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരിക്കലും ക്ലാസ്സിൽ ഇരിക്കാൻ ഇഷ്ടം ഉണ്ടാകത്തില്ല. പുറത്തു പോയി നടക്കണം, അവിടെ ഒന്നും കളിച്ചില്ലെങ്കിലും ഒന്നും ഫുട്ബോളും ക്രിക്കറ്റും അതിന് ഹോക്കിയും ഗേൾസിൻ്റെ ഗെയിംസും ബോയ്സിൻ്റെ ഗെയിംസും ഒന്നും കളിച്ചില്ലെങ്കിൽ പോലും അവർക്ക് പുറത്തും ഇങ്ങനെ കാറ്റും കൊണ്ടിരിക്കണം. അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും സ്പോർട്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ്. ഓക്കെ, ഇംഗ്ലീഷ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ ഭയങ്കര അവർ ഇൻട്രോവേർട്ട് ഒന്നുമല്ല, അവർ എക്സ്ട്രോവേർട്ട് ആയിരിക്കും. എക്സ്ട്രോവേർട്ട് എന്ന് പറയുമ്പോൾ ഇൻട്രോവേർട്ട് ഓപ്പോസിറ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ അവർക്ക് സംസാരിച്ചിട്ടിരിക്കണം ഇങ്ങനെ എല്ലാവരുടെ. ഇപ്പോൾ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ഒരു പെട്ടെന്ന് ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ നമ്മളായിരിക്കും പിടിക്കാൻ പോകുന്നത്. ഇപ്പോൾ എൻ്റെ കൂട്ടുകാരൻ എന്നോട് സംസാരിച്ചാൽ എന്നെ പിടിക്കത്തുള്ളൂ ടീച്ചർ, അത് അവനെ പിടിക്കത്തില്ല. അതാണ് അതിൻ്റെ വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് കുറേ സംസാരിച്ചിട്ടിരിക്കും. അവർക്ക് സ്റ്റോറി ടെല്ലിങ് ഭയങ്കര ഇഷ്ടമായിരിക്കും. യൂട്യൂബിലായാലും ഇപ്പോൾ വേറെ ഇൻസ്റ്റഗ്രാമിലായാലും എല്ലാ കാര്യം നമ്മളൊരു കഥ പറഞ്ഞിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അമ്മൂമ്മമാർ കഥ പറഞ്ഞു തരത്തില്ല പണ്ട്, അതുപോലെ തന്നെ അവർ കഥ പറഞ്ഞു തരുവാണെന്നുണ്ടെങ്കിൽ അവർ കേട്ടിരിക്കും. അതാണ് ഇംഗ്ലീഷ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. ഭയങ്കര സ്റ്റോറി ടെല്ലിംഗ് ലവേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ എനിക്കൊരു സങ്കടം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാകും. ഓക്കെ, ഒരാൾക്കൊരു സങ്കടം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മറ്റേ ആൾ മനസ്സിലാക്കും. അതാണ് ഇംഗ്ലീഷിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്നാണ് പറയുന്നത്. നമുക്ക് കറക്റ്റാണെന്ന് നിങ്ങളാണ് തീരുമാനിക്കുന്ന ആൾക്കാർ കമൻറ്റ് ബോക്സിൽ എല്ലാവരും പറയുക. ഓക്കെ, അടുത്തെന്ന് പറയുമ്പോൾ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ കെമിസ്ട്രി. ഓക്കെ, കെമിസ്ട്രി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ജസ്റ്റ് എല്ലാവരും ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്യുക. എല്ലാവരും ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്തല്ല ലൈക്ക് ചെയ്തൊന്നും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. നമ്മുടെ ചാനൽ ലൈക്ക് ഇല്ല, ഹൈപ്പ് ചെയ്ത് വെക്കുക. ഓക്കെ, കെമിസ്ട്രി ഇഷ്ടപ്പെടുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ ഭയങ്കര എക്സ്പെരിമെൻറ്റ്. ഇപ്പോൾ നമ്മൾ എക്സ്പെരിമെൻറ്റ് വീഡിയോ കാണാറില്ല യൂട്യൂബിലൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ എക്സ്പെരിമെൻറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും കൂടുതലെന്ന് പറയുമ്പോൾ. എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്ന സാധനം ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്ത് അത് പിന്നീട് എന്താകും എന്ന് ഒരു ക്യൂരിയോസിറ്റിയും ഒരു കാര്യങ്ങളും നമ്മുടെ ഉള്ളിലായിട്ട് വളർന്ന് ഇനി എന്താകും. ഓക്കെ, ഞാൻ ഒരു സാധനത്തിലായിട്ട് വെള്ളം ഒഴിച്ച് അല്ലെങ്കിൽ ആ സാധനം റെഡ് ആകുമോ ഇനി പച്ചയാകുമോ ഗ്രീൻ ആകുമോ നമ്മൾ കാത്തിരിക്കുവാണെങ്കിൽ എന്താകും എന്നൊക്കെ അങ്ങനെയുള്ള ക്യൂരിയോസിറ്റിയും കാര്യങ്ങളും അവർക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ അവർക്ക് ടൂറ് ഭയങ്കര ഇഷ്ടമായിരിക്കും. എന്താണെന്നറിയത്തില്ല, എന്താണ് ഇങ്ങനെ കൊടുത്തേക്കുന്നതെന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് ടൂറ് ഭയങ്കര കെമിസ്ട്രി ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ടൂറ് ഭയങ്കര ഇഷ്ടമായിരിക്കും. ടൂർ പോകാൻ ട്രിപ്പ് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അതുപോലെ തന്നെ ഓവർകം ഇൻ ബാഡ് സിറ്റുവേഷൻ. നിങ്ങൾക്ക് എന്ത് രീതിയിലുള്ള ചീത്ത സിറ്റുവേഷൻസ് വന്നാലും എന്ന് വെച്ചാൽ മോശം സിറ്റുവേഷൻസ് വന്നാലും എല്ലാ കാര്യങ്ങളും വന്നാലും നിങ്ങൾ അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്ത് പിറ്റേ ദിവസം തൊട്ട് നിങ്ങൾ അടിപൊളി സ്ട്രോങ് ആയിട്ട് പോകും. മീൻസ് ഞാൻ പറഞ്ഞത് ഗുഡ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഇന്ന് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഞാൻ ഇന്ന് നല്ലപോലെ കരയുക. ഞാൻ ഇന്ന് നല്ലപോലെ കരഞ്ഞ് നാളെ ആകുമ്പോൾ ചിലപ്പോൾ അതെനിക്ക് മാറും, ട്രാൻസ്ഫോം ചെയ്യും ഞാൻ. അപ്പോൾ ഞാൻ ഇനി മുതൽ കരയത്തില്ല എന്ന് പറയുന്ന ഒരു സത്യം ഞാൻ എടുത്ത് ദൃഢനിശ്ചയം ഞാൻ എടുത്തിട്ട് മുന്നോട്ട് പോകും. മൂവണാവും പെട്ടെന്ന്, ട്രാൻസ്ഫോം ചെയ്യും പെട്ടെന്ന്. ഓക്കെ, ഏത് സ്കിൻ കെയർ ആയാലും അതുപോലെ തന്നെ ഏത് കെയർ ആയാലും ഹെയർ കെയർ ആയാലും സ്കിൻ കെയർ ആയാലും അതുപോലെ തന്നെ ഏത് സിറ്റുവേഷൻസ് വന്നാലും നിങ്ങൾ അല്ലാണ്ട് സ്വഭാവ രീതിയിലുള്ള കാര്യങ്ങൾ വന്നാലും നിങ്ങൾ പെട്ടെന്ന് ട്രാൻസ്ഫോം ആവും. അതാണ് കെമിസ്ട്രി ചൂസ് ചെയ്ത ആൾക്കാരെന്ന് പറയുമ്പോൾ. ഓക്കെ, അടുത്ത നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഫിസിക്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആയിരിക്കും. ചിലപ്പോൾ ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആയിരിക്കും. ഫിസിക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ ഫിസിക്സ് ചൂസ് ചെയ്ത ആൾക്കാരെന്ന് പറയുമ്പോൾ ഭയങ്കര കാമായിരിക്കും. അവർ ഭയങ്കര കാമായിരിക്കും. കാമെന്ന് പറയുമ്പോൾ അവർ അധികം ആരോടും മിണ്ടത്തൊന്നുമില്ല. ഭയങ്കര കാമായിട്ടുള്ള സിറ്റുവേഷൻസും കാര്യങ്ങളും ആയിരിക്കും അവർക്ക്. അതുപോലെ തന്നെ അവർ സത്യങ്ങൾ മാത്രം വിശ്വസിക്കത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മളോട് ഒരാളൊരു കാര്യം പറയുമെന്ന് വിചാരിച്ചു, ആ കാര്യം അയാൾ കണ്ടാൽ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ. സത്യം കണ്ടാൽ മാത്രമേ വിശ്വസിക്കത്തുള്ളൂ. അല്ലാതെ അയാൾ ഓരോ കാര്യങ്ങൾ ചുമ്മാ ഓരോന്നിരിക്കും പറഞ്ഞിട്ടിരിക്കുന്ന ആൾക്കാരെ നിങ്ങൾ വിശ്വസിക്കത്തില്ല അല്ലേ? ഈ ഫിസിക്സ് യൂസ് ചെയ്ത ആൾക്കാർ അങ്ങനെയല്ലേ? അതുപോലെ തന്നെ കണ്ടതേ വിശ്വസിക്കുകയുള്ളൂ. ഇപ്പം അവിടെ ഒരു കാര്യം നടന്നിട്ടിരിക്കുക, ആ കാര്യം നടന്നിട്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കി നമ്മളത് എന്താണെന്ന് ഒബ്സർവ് ചെയ്തിട്ടിരിക്കും. അതാണ് ഫിസിക്സിൻ്റെ ഒരു ഫിനോമിനൻ എന്ന് പറയുമ്പോൾ. അതാണ് ഫിസിക്സിലും പഠിപ്പിക്കുന്നത്. നമ്മൾ അങ്ങനെയാണ്, നമ്മൾ ഒബ്സർവേഷനാണ് മെയിൻ എന്ന് പറയുമ്പോൾ. നമ്മൾ എല്ലാ കാര്യവും ഒബ്സർവ് ചെയ്യണം. ചെറിയ കാര്യങ്ങളായാലും വലിയ കാര്യങ്ങൾ, ചീത്ത കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാനല്ല പറയുന്നത്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഒബ്സർവ് ചെയ്യണം. അതാണ് ഫിസിക്സ് യൂസ് ചെയ്ത ആൾക്കാരുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ പീരീഡ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള പീരീഡാണ്. കമ്പ്യൂട്ടർ പീരീഡ് ഇതുപോലെ തന്നെ ആഴ്ച 2 തവണ ഉണ്ടെന്നു, 2-3 തവണ ഉണ്ടെന്നാണ്
അതിനാണ് പഠിച്ചിട്ട് 2 തവണയായിരുന്നു. കമ്പ്യൂട്ടർ പീരീഡ് മെയിനായിട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഗെയിം കളിക്കാൻ വേണ്ടിയാണ്. നമ്മൾ സാർമാർ അങ്ങോട്ട് മാറുമ്പോൾ നമ്മൾ ഗെയിം എടുത്ത് കളിക്കും, അല്ലെങ്കിൽ പടം വരക്കുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടില്ല, മറ്റേ വീടിന് പടം വരച്ചിട്ട് പെയിൻറ്റ് കൊടുക്കുമ്പോൾ പെട്ടെന്ന് എല്ലാം ഒരേപോലെ കളറായി പോകും. ഇപ്പോൾ നമ്മൾ വീടിൻ്റെ മേൽക്കൂരൊക്കെ ആയിരിക്കും ആ കളർ കൊടുക്കുന്നത്, പെട്ടെന്ന് കളർ എല്ലാത്തിനും അതേപോലെ കളറായി പോകും എന്ന് പറയുന്ന മണ്ടത്തരങ്ങൾ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ കമ്പ്യൂട്ടർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, കമ്പ്യൂട്ടർ പീരീഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ ഭയങ്കര സ്മാർട്ടായിരിക്കും. അവർ ഭയങ്കര സ്മാർട്ടായിരിക്കും, എല്ലാ കാര്യത്തിലും ഭയങ്കര ആക്റ്റീവായിരിക്കും, ചാടി നിൽക്കും. അതുപോലെ തന്നെ അവർ ഗെയിം കളിക്കുന്ന ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും. അവർക്ക് ഗെയിം ഭയങ്കര ഇഷ്ടമായിരിക്കും. അല്ലെന്ന് പറയാൻ പറ്റുമോ? ഗെയിം ഇഷ്ടപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ കമ്പ്യൂട്ടർ കളിക്കുന്നത്. അതുപോലെ തന്നെ അവർ ഭയങ്കര ഫാസ്റ്റ് ലേണറായിരിക്കും. ഇപ്പോൾ കമ്പ്യൂട്ടർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ ഭയങ്കര പെട്ടെന്ന് അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. ടീച്ചർ എന്താണോ പറയുന്നത് അവർ പെട്ടെന്ന് പഠിക്കും അത്. ഓക്കെ, അവർക്ക് ചെറിയ സമയം മതി പഠിക്കാൻ വേണ്ടി. ഓക്കെ, ചെറിയ സമയം മതി പഠിക്കാൻ വേണ്ടി. അപ്പോൾ അടുത്തതിലായിട്ട് നമ്മൾ പോകണം. ഗൈസ്, നെക്സ്റ്റ് ഈസ് സയൻസ്. ഓക്കെ, സയൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, സയൻസ് ഇഷ്ടമുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ ഭയങ്കര എക്സ്പെരിമെൻ്റ് ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും. അവർക്ക് ഭയങ്കര എക്സ്പെരിമെൻ്റ്, ഇപ്പോൾ നമ്മൾ എക്സ്പെരിമെൻ്റ് വീഡിയോ കാണുന്ന ആൾക്കാരായിരിക്കും. അതുപോലെ തന്നെ ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് എന്താവും എന്ന് പറയുമ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ള ആൾക്കാരായിരിക്കും സയൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. ഓക്കെ, അതുപോലെ തന്നെ അവർ ഭയങ്കര തിങ്കിങ് ആയിരിക്കും. വെറുതെ ഇരിക്കുമ്പോൾ കാര്യങ്ങൾ അവർ പെട്ടെന്ന് തിങ്ക് ചെയ്യും. കുറേ കാര്യങ്ങളൊക്കെ തിങ്ക് ചെയ്യുമ്പോൾ ആവശ്യമുള്ള കാര്യങ്ങളും ആവശ്യമില്ലാത്ത കാര്യങ്ങളും എല്ലാം അവർ കുറേ തിങ്ക് ചെയ്തിട്ടുണ്ടിരിക്കും. അതുപോലെ തന്നെ അവരൊരു ബോറിങ് പേഴ്സൺ ആയിരിക്കും. ബോറിങ് പേഴ്സൺ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അവരൊരു ബോറായിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നല്ല, അവർ ചെറിയ കാര്യങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് ബോറടിക്കും. ഇപ്പോൾ ഞാൻ ചുമ്മാ ഇവിടെ ഇരിക്കുക, അയ്യോ എനിക്ക് ബോറടിക്കുന്നു, എനിക്ക് എന്തെങ്കിലും ചെയ്താലോ, വീഡിയോ കാണാം, അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ കാണാം, അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റ് എന്തെങ്കിലും ചെയ്താലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ആക്കി അപ്പോൾ സോപ്പോതയിൽ വെള്ളമിട്ട് അല്ലെങ്കിൽ പതയിട്ട് പത വരുമോ നോക്കിയാലോ. അതുപോലെ തന്നെ കുറേ എക്സ്പെരിമെൻറ്റും കാര്യങ്ങളുണ്ടാവുമല്ലോ നമ്മളവിടെ. അതുപോലെ തന്നെ കുറേ എക്സ്പെരിമെൻറ്റും കാര്യങ്ങളും ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും സയൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ ഭയങ്കര അവർക്ക് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും സങ്കടങ്ങൾ കാര്യങ്ങൾ ഉറപ്പായിട്ടുണ്ടാവും. ഭൂരിപക്ഷവും സങ്കടമുള്ള ആൾക്കാരായിരിക്കും. 90% സങ്കടമുള്ള ആൾക്കാരായിരിക്കും മ്യൂസിക് കേൾക്കുന്നത്. മ്യൂസിക് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിനിനെ, അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ നമ്മുടെ മനസ്സിനൊക്കെ തണുപ്പിക്കാൻ പറ്റിയ അടിപൊളി മ്യൂസിക്കും സോങ്ങും കാര്യങ്ങളും നമ്മുടെ ഇവിടെ ഇപ്പോൾ ലഭ്യമാണ്. അതൊക്കെ കേൾക്കുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പാട്ട് കേട്ടിട്ടാണ് ഉറങ്ങുന്നത്. ആ പാട്ട് കേട്ടില്ലെങ്കിൽ ഉറക്കം വരത്തില്ല. ഞാൻ സ്ഥിരമായിട്ട് കേൾക്കുന്ന പാട്ടുകളും കാര്യങ്ങളുണ്ട്. ആ പാട്ട് കേൾക്കാതെ എനിക്ക് ഉറക്കം വരത്തില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് പാട്ട് കേട്ടാലും ഉറക്കം വരുന്നതിന് മനസ്സിൽ പെട്ടെന്നൊരു ഭയങ്കര ഒരു സന്തോഷം വരുന്നത്. എനിക്ക് സങ്കടമായിട്ടിരുന്നാൽ പോലും മനസ്സിൽ പെട്ടെന്നൊരു സന്തോഷം വരും. പാട്ടൊക്കെ കേൾക്കുമ്പോൾ മനസ്സിൽ പെട്ടെന്നൊരു സന്തോഷം വന്നു. അപ്പോൾ പാട്ട് കേൾക്കുന്ന ആൾക്കാർ ഭയങ്കര സാഡായിട്ടുള്ള ആൾക്കാരായിരിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവരെ കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ കുറേ കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. മ്യൂസിക് ഇഷ്ടമുള്ള ആൾക്കാർ നിങ്ങളുടെ മനസ്സിൽ കുറേ കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഓക്കെ, അതായിരിക്കും ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്ന് പറയുമ്പോൾ ബയോളജി ഇഷ്ടപ്പെടുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ പീപ്പിൾസിൻ്റെ ഇമോഷൻസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരിക്കും. ഇപ്പോൾ എനിക്കൊരു സങ്കടം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. മറ്റുള്ളവർക്കൊരു സങ്കടം ഉണ്ടെങ്കിൽ നമ്മളത് മനസ്സിലാക്കി കറക്റ്റായിട്ട് നമ്മൾ എന്താണ് പരിഹാരം ഉണ്ടാക്കി കൊടുത്തിരിക്കും. അതാണ് മനുഷ്യത്വം എന്ന് പറയുമ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യണം കേട്ടോ. ബയോളജി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ, കെമിസ്ട്രി ഇഷ്ടപ്പെടുന്ന, മാത്സ് ആണ്, എന്ത് ഇഷ്ടമായിക്കോട്ടെ, നിങ്ങൾ ഒരാളുടെ മനസ്സ് മറ്റുള്ള ആൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പരിഹരിച്ച് കൊടുക്കാൻ പറ്റും. ഞാൻ പറയുന്നത് എയുടെ പേഴ്സണാലിറ്റി ടെസ്റ്റിംഗ് ആണ്. പല എറേഴ്സും കാര്യങ്ങളും ഉണ്ടാകും, തെറ്റുകളും കാര്യങ്ങളും ചിലപ്പോൾ ഉണ്ടാകാം, മേ ബി ചിലപ്പോൾ ഫുള്ളായിട്ട് ശരിയായിരിക്കാം. അതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കിയത് മുന്നോട്ട് കൊണ്ടുപോവുക. അതുപോലെ തന്നെ നിങ്ങൾ ഭയങ്കര കെയറിങ് ഉള്ള പേഴ്സണാലിറ്റി ആയിരിക്കും. ബയോളജി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഭയങ്കര കെയറിങ് ആയിരിക്കും, അത്യാവശ്യം നല്ല കെയറിങ് ആയിരിക്കും. അതുപോലെ തന്നെ അവർ ഒബ്സർവിങ് ബിഹേവിയർ അവർക്ക് ഉണ്ടാവും. ചെറിയ കാര്യങ്ങൾ നോട്ടീസ് ചെയ്യും, വലിയ കാര്യങ്ങൾ നോട്ടീസ് ചെയ്യും. അവിടെ എന്താ നടക്കുന്നത്, ഇവിടെ എന്താ നടക്കുന്നതൊക്കെ അവർ പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അവർ പെട്ടെന്ന് ആൾക്കാരായിട്ട് കണക്റ്റ് ആവും. ഇപ്പോൾ ഒരു ഫ്രണ്ട് വരുമെന്ന് വിചാരിച്ചു, പെട്ടെന്നായിട്ട് അവരായിട്ട് കമ്പനിയാവും, പെട്ടെന്ന് അവരുടെ ഫ്രണ്ട് ആവും. പിന്നെ ആ ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ചെയ്ത് അവർ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട് ആക്കും. അങ്ങനെയുള്ള ടെൻഡൻസിയും കാര്യങ്ങളും ഉണ്ടാവും ഈ ബയോളജി യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ പേഴ്സണാലിറ്റി ടെസ്റ്റ് ബേസ്ഡ് ഒന്ന് സബ്ജക്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഒന്ന് ഹൈപ്പ് ബട്ടൺ കണ്ടോ, റൈറ്റ് സൈഡിൽ ഹൈപ്പ് ബട്ടൺ ഉണ്ടാവും, ആ ഹൈപ്പ് ചെയ്ത് കയറ്റിയേക്കുക. അപ്പോൾ നമുക്ക് ലൈക്കില്ല. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇത്ര നല്ല നിലനിന്ന് പോയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു വീഡിയോസ് ആയിട്ട് വീണ്ടും സന്ധിക്ക് വരെ വണക്കം. നിങ്ങളുടെ പേഴ്സണാലിറ്റി ആയിട്ട്, നിങ്ങളുടെ സബ്ജക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.